അപ്പോൾ 2016 മാർച്ചിലെ ചോദ്യത്തിലാണ് നമ്മുടെ അഭിനവിന് ഡൗട്ടുള്ളത് അല്ലേ? അപ്പോൾ അഭിനവേ ഒരു സെക്കൻഡ്. ഒന്ന് വായിച്ചേ അഭിനവേ ആ ചോദ്യം. If A is the subset of the set B, then A union B equal dash. ഒരു സെക്കൻഡ്. 2016 മാർച്ച് അല്ലേ? ഓക്കെ. അതെ. അപ്പോൾ അവർ പറയുന്നത് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദി സെറ്റ് ബി. ആ എ ആരുടെ സബ്സെറ്റ് ആണ്? ബിയുടെ. അങ്ങനാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ ഉത്തരം എന്തായാലും അഭിനവ് എഴുതിയിട്ടുണ്ട്. എന്താണ്? എ. അതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സാർ. ഇല്ല. ഇല്ല സാർ. ഇനി ഇതിന്റെ വെൻ ഡയഗ്രത്തിലാണ് അഭിനവിന് ഡൗട്ട് ഉള്ളത് അല്ലേ? ഈ ഏറ്റവും വെളിയിൽ കാണുന്ന ഇതാരാ? യൂണിയൻ. യൂണിയൻ ആണോ? യൂണിവേഴ്സൽ സെറ്റ്. ആരാണ്? യൂണിയൻ. ഇതിനകത്ത് വരുന്ന രണ്ട് സെറ്റുകളാണ് എയും ബിയും. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എ ആരുടെ സബ്സെറ്റ് ആണ്? ബിയുടെ. അപ്പൊ എങ്ങനെ വരയ്ക്കണം? എ എന്ന് പറയുന്ന സെറ്റ് ബിക്കകത്തുണ്ട്. അപ്പൊ വെളിയിലൊരു വലിയ സർക്കിൾ വരയ്ക്കണം. അതാരെ സൂചിപ്പിക്കും? ബി എ. അതിനകത്താണ് ആര് വരുന്നത്? എ വരുന്നത്. അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ടുള്ള എലമെന്റുകൾ എവിടെയാ കാണുന്നത്? എയ്ക്കകത്ത്. അപ്പൊ എവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്യണ്ടേ? ഏത് ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യണ്ടേ? എ എന്ന് പറയുന്ന ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഒരു സെക്കൻഡ്. അപ്പൊ ഇതിൽ ഏത് ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടത്? ഇതിനകത്ത് കാണുന്ന ഈ എ എന്ന് പറയുന്ന സെറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇതിനകത്താണ് ആരുള്ളത്? എ ഉള്ളത്. ഓക്കെ. ഇപ്പൊ ഡൗട്ട് മാറിയോ? മനസ്സിലായി. ഓക്കെ, ശരി. അങ്ങനെ സംശയം ചോദിക്കാനാണ് നിങ്ങളോട് ക്ലാസ്സിൽ വെച്ചേക്കുന്നത്. അപ്പൊ ധൈര്യമായിട്ട് ചോദ്യം ചോദിക്കണം കേട്ടോ. അപ്പൊ ശബരി എന്തുവായിരുന്നു ചോദ്യം? ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ്, പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈസ് 63 എന്ന് പറഞ്ഞാൽ എന്തോ ശബരി അർത്ഥം? ശബരി എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? 63 സെറ്റുള്ള ഒരു പ്രോപ്പർ സബ്സെറ്റ് is the number of proper subset. The number of proper subset of a set is 63. അർത്ഥം 63 പ്രോപ്പർ സബ്സെറ്റ്. അതായത് ഒരു സെറ്റിന് 63 പ്രോപ്പർ സബ്സെറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഐഡിയ എവിടെ കിട്ടിയോ? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഇങ്ങനെയാണ്. ഒരു സെറ്റിനകത്ത് m എലമെന്റുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര സബ്സെറ്റ് കാണും? ആ സെറ്റിന് എത്ര സബ്സെറ്റ് കാണും? അത് നമ്മൾ പവർ സെറ്റ് എന്ന് പറഞ്ഞൊരു നോട്ടായിട്ട് പഠിച്ചതാണ്. എ എന്ന് പറയുന്ന സെറ്റിൽ m എലമെന്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പവർ സെറ്റിൽ, അതായത് സബ്സെറ്റിൻ്റെ എല്ലാം കൂടിയുള്ള കളക്ഷനിൽ എത്ര എലമെന്റ് ഉണ്ടാകും? ക്ലാസ്സിൽ ഓർമ്മയുള്ള ആർക്കും പറയാം. നിങ്ങൾ ഈ ഒന്നാമത്തെ പാഠമൊക്കെ ഇങ്ങനെ പഠിക്കുന്നതെങ്കിൽ ഇച്ചിരി മുന്നോട്ട് നീങ്ങുമ്പോൾ എന്തുമായിരിക്കും അവസ്ഥ? എത്ര സബ്സെറ്റ് കാണും പിള്ളേരെ? ആർക്കും ഓർമ്മയില്ലയോ? 2 raised to m elements. എത്ര എലമെന്റ് ആണ്?
എത്ര എലമെന്റാ? ഇതിൽ ഒരെണ്ണം ഇംപ്രോപ്പർ സബ്സെറ്റ് ആയിരിക്കും. ഒരെണ്ണം അതേതാ ഇംപ്രോപ്പർ സബ്സെറ്റ്? ആ തന്നിരിക്കുന്ന സെറ്റ് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അതാണ് ഇംപ്രോപ്പർ സബ്സെറ്റ്. ഇപ്പം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർ സബ്സെറ്റിൻ്റെ എണ്ണമല്ലേ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈ 2m നിന്ന് 2m നിന്ന് 1 കുറയ്ക്കുന്നതാണ് പ്രോപ്പർ സബ്സെറ്റിന്റെ എണ്ണം. അത് എത്രയാന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ശബരി. അത് ക്വസ്റ്റ്യനിൽ എത്രയാന്ന് പറയുന്നുണ്ട്? 63. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2m = 63. ഈ -1 ഇപ്പുറത്ത് വരട്ടെ. +1. അപ്പോൾ 2m = 63 + 1 എത്ര? ഇതൊന്നും ആർക്കും അറിയത്തില്ല. 64. അപ്പോൾ 2m = ഈ 64നെ കൂടെ 2ന്റെ പവർ ആക്കി എഴുതണം. അപ്പോൾ നമ്മുടെ സൈഡിലോട്ട് മാറ്റി ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്തു. പറഞ്ഞാട്ടെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 3 2 2. ആണോ? അടുത്തത് വീണ്ടും 2 കൊണ്ട് എത്ര? 16. വീണ്ടും 2 കൊണ്ട് 8. വീണ്ടും 2 കൊണ്ട് 4. വീണ്ടും 2 കൊണ്ട് 2. ഈ രണ്ടെല്ലാം കൊണ്ട് എണ്ണിക്ക്. 1 2 3 4 5 6. 2m = 2/6 ആണെങ്കിൽ m = എത്ര വരും? 6. അപ്പൊ നമ്മുടെ സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ട്? എത്ര എലമെന്റ് ഉണ്ട്? 6 എലമെന്റ്. ഇപ്പൊ ഡൗട്ട് മാറിയോ? എഴുതിയെടുത്തോ ശബരി. നമുക്ക് നോക്കാം. ഒന്ന് വായിച്ച ചോദ്യം. എയും ബിയും എങ്ങനെയുള്ള സെറ്റുകൾ? 2018 സെയിൽ അല്ലയോ? ഓക്കെ, എങ്ങനെയുള്ള സെറ്റുകളാണ് എയും ബിയും? ഡിസ്ജോയിന്റ് സെറ്റ്. എന്താണ് ഈ ഡിസ്ജോയിന്റ് സെറ്റ് എന്ന് പറഞ്ഞ അർത്ഥം? ഇന്റർസെക്ഷൻ ഇല്ലാത്ത, കോമൺ ആയിട്ട് ആരും ഇല്ല. ഇനി പറയുന്നു n(a) എത്ര ഉണ്ട്? 4 എന്ന് വെച്ചാൽ അർത്ഥം n(a) = 4 എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? എ എന്ന് പറയുന്ന സെറ്റിൽ 4 എലമെന്റ് ഉണ്ട്. അടുത്ത n(b) = 2 അർത്ഥം? ബി എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെന്റ് ഉണ്ട്. പിന്നെ ആരെയാ കണ്ടുപിടിക്കേണ്ടത്? ഡിഫറൻസ് ബിയിൽ എത്ര എലമെന്റ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. സൈദേ, ഒരു 4 എലമെന്റ് ഉള്ള ഒരു സെറ്റ് പറഞ്ഞു. ഏതെങ്കിലും ഒരു സെറ്റ് 4 എലമെന്റ് വേണോന്ന് ചോദിച്ചു. സെറ്റ് 1 2 3 4. ഓക്കെ. ഇനി ബി എന്ന് പറയുന്ന സെറ്റിൽ 2 എലമെന്റ് വേണം. പക്ഷെ ഒരു കണ്ടീഷൻ കണ്ടോ മുകളിൽ എഴുതി വെച്ചേക്കുന്നേ? ഡിസ്ജോയിന്റ് സെറ്റ്. അപ്പോൾ എയിലുള്ളവരാരും ബിയിൽ വരാൻ പാടില്ല. 2 എലമെന്റ് ഉള്ള ഒരു സെറ്റ് പറഞ്ഞേ. 5 7. അപ്പൊ എ ഡിഫറൻസ് ബി എങ്ങനെ എഴുതുന്നേ? എയിലുള്ളതും ബിയിൽ ഇല്ലാത്തതും. അതായത് ബിയിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എയിൽ നിന്ന് ഒഴിവാക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ബാക്കിയുള്ളവരെ എവിടെ നിന്ന് എഴുതണം? എയിൽ നിന്ന്. അപ്പൊ എന്തോ ഒരു ആൻസർ? 1 2 3 4.
ഇത് എത്ര എലമെന്റ് ഉണ്ട്? 4 എലമെന്റ്. അപ്പൊ എന്ത് ഉത്തരം വരുന്നേ? എന്ത് ഉത്തരം വരുന്നേ? 4. 4. ഇപ്പൊ പിടി കിട്ടിയോ? 4 4. ആ അല്ല ഇപ്പൊ ആ. പിടി കിട്ടിയോ? ആ ആ ആ ഓക്കെ, എഴുതിയെടുത്തോ. ആ ആ അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട് പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? അങ്ങനെ ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി?